ഇന്നലെ വൈകുന്നേരം 4:30-ഓടെയാണ് മഴ പെയ്തു തുടങ്ങിയത്. ശക്തമായ മഴയ്ക്കൊപ്പം വീശിയടിച്ച കാറ്റ് നാശം വിതയ്ക്കുകയായിരുന്നു. ചില മരങ്ങൾ മൂടോടെ വീഴുതു, മറ്റു ചിലതിൻ്റെ ശിഖരങ്ങൾ അടർന്നു വീണു. വീടുകളുടെ മേൽക്കൂര പൂർണ്ണമായി തകർന്നതുണ്ട്. മറ്റു ചിലതിന് കേടുപാടും സംഭവിച്ചു. അത് നമ്മൾ പോലും അറിഞ്ഞില്ല, മനസ്സ് പോലും അറിയാതെ ഇങ്ങോട്ട് വന്ന വരവ് ഒറ്റ കിഴക്കൻ കാറ്റാണ് വന്നത്. ഞാൻ കാറ്റ് വന്ന് ഈ മരം ഒടിഞ്ഞു വീണിപ്പോൾ ഓടിഞ്ഞു വന്നു. അന്നേരം സീറ്റെല്ലാം പടപടാന്ന് പോയി കഴിഞ്ഞു. കല്ലിങ്കൽ രാജപ്പന്റെ വീടാണ് പൂർണ്ണമായി തകർന്നത്. 3 ഷെഡുകളും നിലംപരിച്ചായി. ചില വീടുകളുടെ ഭിത്തിക്കും കേടുപാടുകളുണ്ട്. വീട്ടുപകരണങ്ങളും നശിച്ചു. കിഴക്കേക്കര, പടിഞ്ഞാറേക്കര ആദിവാസി കോളനികളിൽ ഉൾപ്പെട്ട വീടുകൾക്കാണ് കേടുപാടുകൾ പറ്റിയത്. അത് നമ്മൾ കൂടുതൽ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. വില്ലേജ് ഓഫീസറും ടീമുകളും ഓരോ വീടുകളും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ ക്യാമ്പിലെ 4 കുടുംബങ്ങളിൽ നിന്ന് 21 പേരാണ് ഇപ്പോൾ ക്യാമ്പിലുള്ളത്. ഇത് പരമാവധി നഷ്ടപരിഹാരം ലഭിക്കുന്നതിനുള്ള നടപടികൾ നമ്മൾ ചെയ്യുന്നു. മരത്തിന് ശിഖരം വന്നിടിച്ച് കുന്നുമ്മേൽ വീട്ടിൽ ആശയ്ക്ക് പരിക്കേറ്റു. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സകൾക്ക് ശേഷം അവർ വീട്ടിലേക്ക് മടങ്ങി. റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പ് തുറക്കുകയും 4 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. അതേസമയം ചാലക്കയം നിലയ്ക്കൽ റോഡിൽ മരം വീണ് തടസ്സപ്പെട്ട ഗതാഗതം കഴിഞ്ഞ രാത്രി തന്നെ പുനഃസ്ഥാപിച്ചിരുന്നു. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.